പറയുകയാണ്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. ഹജ്ജാജിമാർ, ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർ, ഉംറ നിർവഹിക്കാൻ പോകുന്ന മുഅ്മിനീങ്ങൾ, ഇവരൊക്കെ അല്ലാഹുവിൻ്റെ സംഘത്തിൽപ്പെട്ടവരാണെന്ന് മാത്രമല്ല, ഇൻ ദഅഉഹു അജാബഹും, അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവർ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണെന്ന് ത്വഹാ റസൂലുള്ളാഹി. അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണം. ജീവിതകാലത്തിൽ വന്നിട്ടുണ്ട് തെറ്റുകൾ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്ന് മനസ്സറിഞ്ഞ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ അല്ലാഹു ആ തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന വിഭാഗമാണ്. ഹജ്ജിനും ഉംറക്കും പോയി അവിടെ എത്തിപ്പെടുന്ന സൗഭാഗ്യവാന്മാരെന്ന് ത്വഹാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമ്പത്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വത്ത് തന്നിട്ടുണ്ടാവും, സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടാവും. മനസ്സറിഞ്ഞുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളതിലൂടെയാണ് ഓരോ ഹജ്ജും നമ്മുടെ മുന്നിലേക്ക് ഓരോ വർഷവും കടന്നു വരുമ്പോൾ നമ്മുടെ ആയുസ്സും നീണ്ടങ്ങനെ കഴിയുമ്പോഴേക്ക് തടിയുണ്ടാകുമ്പോൾ, ആഫിയത്തുണ്ടാകുമ്പോൾ നമ്മുടെ സ്വത്തിൽ നിന്നൊക്കെ വിറ്റ് പെറുക്കി പോകാൻ നമുക്ക് കഴിയുമോ? നമ്മളും ആ മക്കത്തുൽ മുക്കറമയിലെത്തി അവിടുത്തെ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് ഹജ്ജിന് തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മാത്രമാണ് നമ്മുടെ കടമ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഇസ്തഅദൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിലേക്ക് സമ്മതം നൽകുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഹബീബായ പ്രവാചകർ സമ്മതം കൊടുത്തു. ഉംറക്ക് വേണ്ടി സമ്മതം ചോദിച്ചപ്പോ എനിക്ക് സമ്മതം ഹബീബായ മുത്തുനബി തന്നു. ആ സമ്മതം തന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ലാ തൻസാ യാ ഉഖയ്യാ, ലാ തൻസാ, മറന്നു പോകല്ലേ, യാ ഉഖയ്യാ, സഹോദരാ, എന്റെ സഹോദരാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറന്നു പോകല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് ആവശ്യമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബിയുടെ ദുആക്ക് ആവശ്യമാണ്. എന്നാൽ ഹബീബായ മുത്തുനബി അങ്ങനെ പറയണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി പറഞ്ഞു തരുന്ന മാതൃകയുണ്ടല്ലോ. സ്വാലിഹീങ്ങളായ, ആബിദീങ്ങളായ, മുഖ്ലിസീങ്ങളായ ആളുകൾ അവർ ഹജ്ജിന് പോകുമ്പോൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട്, ആരാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ നമ്മളും അവരോട് കൂട്ടുകാരാ, ഒരിക്കലും എന്നെയും മറക്കല്ലേ, എനിക്കും വേണ്ടി ദുആ ചെയ്യണേ എന്ന് നമ്മൾ അവരോട് ഏൽപ്പിക്കണം. മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ തൻസാ യാ ഉഖയ്യ മിൻ ദുആഇക, അങ്ങയുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ? ആ വാക്കിനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കലിമത്തൻ മാ തസുറുനി അന്നലി ബിഗദ്ദുനിയാ, എന്റെ ജീവിതത്തിൽ ഈ ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും
അതുകൊണ്ടൊരു വാക്ക്, ആ വാക്ക് എന്നെ യാ ഉഹയ്യ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹോദര എന്ന് നിന്നെ വിളിച്ചല്ലോ, എന്നോടൊന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ വാക്കിനപ്പുറം ഈ ദുനിയാവിൽ മറ്റൊന്നുമില്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കിനെ പറ്റി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താണ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളോട് വേണ്ടപ്പെട്ടവർ ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ അവിടെ കൈപിടിച്ചിട്ട് അവരെ ആലിംഗനം ചെയ്തിട്ട് അവരോട് ദുആ ചെയ്യാൻ നൽകുക. നമ്മളും ഒരുങ്ങി തയ്യാറാകുക. നമുക്കുണ്ടാകും സ്വത്ത്, നമുക്കും ഉണ്ടാകും. നമുക്ക് അല്ലാഹു നൽകിയ സ്വത്തിൻ്റെ ഭാഗമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ സേവ് ചെയ്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്വത്തുക്കളൊക്കെ നമുക്കുണ്ടോ, മുതലുണ്ടോ, ഹജ്ജിന് പോകാനുള്ളതുണ്ടോ, അടുത്ത വർഷം തന്നെ ഒരുക്കി തയ്യാറാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഹബീബായ പ്രവാചകരെ പറയുകയുണ്ടായി, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹുജ്ജാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അല്ലാഹു ഹാജിമാർക്ക് പുറത്തു കൊടുക്കും. ഹാജിമാരോട് ആരാണോ പൊറുക്കലിനെ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണോ ഹാജിമാർ പൊറുക്കാൻ ചോദിക്കുന്നതെങ്കിൽ അവർക്കും പുറത്തു കൊടുക്കുമെന്ന് ഹാജിമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല, ഹാജിമാർ ആർക്ക് വേണ്ടിയാണോ പൊറുക്കലിനെ ചോദിക്കുന്നത് അവർക്കും പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് ഈമാനോട് കൂടെ നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം. അല്ലാഹുവേ, അല്ലാഹു